വന്ദേമാതരം വിവാദത്തിൽ അമിത്ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നത് ദേശീയ പതാക ഉയർത്താൻ മടികാട്ടുകയും അംബേദ്കറെ അപമാനിക്കുകയും ചെയ്തയാളെന്ന് വിമർശനം. അമിത്ഷായുടെ മാപ്പ് ആവശ്യത്തിന് ജയറാം രമേശിന്റെ മറുപടി എക്സിൽ. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം ഒഴിവാക്കിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ബി.ജെ.പി. വി.ഡി. സതീശൻ നിയമസംഹിതയെ വെല്ലുവിളിച്ചുവെന്ന് രാജീവ് ചന്ദ്രശേഖർ. ദേശീയഗാനവും വന്ദേമാതരവും ഒരു മുസ്ലിമിനെയും ബാധിക്കില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. കോഴിക്കോട്ടെ ദേശീയഗാന വന്ദേമാതര വിവാദങ്ങളിൽ നടപടിയുമായി പോലീസ്. വി.സി. ഡോക്ടർ സിസ തോമസിന്റെ പരാതിയിൽ 4 എസ്.എഫ്.ഐ. പ്രവർത്തകർ അറസ്റ്റിൽ. കാലടി സർവകലാശാലയിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിൽ നടപടി. ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുണ്ടാക്കിയെന്നും പരാതി. പോലീസ് സംരക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് വി.സി. പരാതി നൽകിയത് ഗവർണറെ നേരിൽ കണ്ട്. ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ച് നടൻ ദേവൻ. ഗുരുദേവ ദർശനങ്ങളാണ് തന്റെ രാഷ്ട്രീയമെന്നും അത് നടപ്പാക്കാൻ കഴിയുന്നില്ലെന്നും വിമർശനം. രാജി പ്രഖ്യാപനം കളിച്ചുകുളങ്ങരയിലെ വേദിയിൽ. വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ പരാതി. പോലീസ് മേധാവിയോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തരാമെന്ന് അവകാശപ്പെടുന്ന അക്കൗണ്ടുകൾക്കെതിരെ നടപടിയുണ്ടാകും. മാർത്താണ്ഡത്ത് നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചത് നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശി അൻസിജി. അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്ന് ബന്ധുക്കൾ. കോതമംഗലം എം.എ. കോളേജിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ വിദ്യാർത്ഥി മിച്ചി മർപ്പു ജീവനൊടുക്കി. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതിൽ മനം നൊന്തെന്ന് നിഗമനം. കാസർഗോഡ് മീപ്പുഗിരി സ്വദേശികളായ അച്ഛനും മകളും തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ഗണേശനും മകൾ വൈഷ്ണവയും. ലോകകപ്പ് ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ചൈനയെ സമനിലയിൽ കുരുക്കി ഇന്ത്യൻ വനിതകൾ. 2ാം റാങ്കുകാരെ തളച്ചത് നവനീത് കൗറും വിദഗ്ധ ദീപികയും. ചൊവ്വാഴ്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ അടുത്ത പോരാട്ടം.